IB ഉദ്യോഗസ്ഥയായ മേഘ ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുമായി മേഘയുടെ പിതാവ് മധുസൂദനൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മേഘയുടെ സുഹൃത്തായ മലപ്പുറം ഇടപ്പാൾ സ്വദേശിയായ സുഹാന്ത് P. സുരേഷിനെതിരെയാണ് കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇവൻ്റെ പേരുണ്ട്, ആ അക്കൗണ്ടിലേക്ക് പൈസ പോയിരുന്നു. കൂട്ടുകാർ പറഞ്ഞത് അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല, എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ അവൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. ഇത്തരത്തിൽ ഈ സുഹൃത്ത് ചൂഷണം ചെയ്യുന്ന വിവരങ്ങളൊന്നും മാതാപിതാക്കളോട് പറഞ്ഞിരുന്നുമില്ല. ഇങ്ങനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യണമെങ്കിൽ അതിനുള്ള തെളിവല്ലേ ഇപ്പോൾ ഉള്ളൂ. ചെയ്യണമെങ്കിൽ അവന് ആ ഉദ്ദേശമല്ല. പിന്നെ വേറെ കുട്ടികളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട്. നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായ മേഘ ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുമായി മേഘയുടെ പിതാവ് മധുസൂദനൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മേഘയുടെ സുഹൃത്തായ മലപ്പുറം ഇടപ്പാൾ സ്വദേശിയായ സുഹാന്ത് P. സുരേഷിനെതിരെയാണ് കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. മേഘയുടെ ശമ്പളം മുഴുവൻ ഈ സുഹാന്ത് എന്ന സുഹൃത്ത് വാങ്ങിയെടുക്കുകയായിരുന്നു. മേഘയുടെ മരണശേഷം അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ബാലൻസ് ഇല്ലായിരുന്നു. ശമ്പളം ലഭിച്ച, അതായത് 50,000 രൂപ ശമ്പളം ലഭിച്ചിരുന്നതാണ്. എന്നാൽ കൂടുതൽ പണമൊന്നും അക്കൗണ്ടിൽ കാണുന്നില്ല. മാത്രമല്ല, ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം പോയതായിട്ടുള്ള വിവരമാണിപ്പോൾ പിതാവിനും ബന്ധുക്കൾക്കുമൊക്കെ ലഭിച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് പിതാവ് മധുസൂദനൻ നമ്മളോട് പ്രതികരിക്കും. നമുക്ക് കിട്ടിയ, അതായത് വിശ്വസിക്കാൻ പറ്റുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മളെടുത്ത ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇവൻ്റെ പേരുണ്ട്, ആ അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എടപ്പാൾ സ്വദേശിയായ സുഹാന്ത് സുരേഷ്. ഈ മേഘയുടെ ശമ്പളം അങ്ങോട്ട് ഫോർവേഡ്, അതായത് അവസാനത്തെ 10 മാസം ഒക്ടോബർ മുതൽ അങ്ങോട്ട് ഫുള്ളായിട്ട് മേഘയുടെ അക്കൗണ്ടിൽ വരും, തിരിച്ച് അവൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. അതുവരെ കുറേശ്ശെ നമ്മൾ കടം മേടിക്കുന്ന പോലെ കുറേശ്ശെ മേടിക്കും, തിരിച്ചു കൊടുക്കും. ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് കൂട്ടുകാർ പറഞ്ഞത് അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല, എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ അവസ്ഥ വരെ എത്തിയത് സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞത്. അതെ, അവർ വിളിച്ചവർ തന്നെയാണ് പറഞ്ഞത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ അറിയിച്ചിരുന്നു? അങ്ങനെ ഇല്ല, നമ്മളെ ആരും അറിയിച്ചിട്ടില്ല. സാമ്പത്തികം ഇല്ല എന്നൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയും ശമ്പളം ഉണ്ടെങ്കിൽ സാമ്പത്തികമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കില്ലേ എവിടെ പോയെന്ന്. പക്ഷേ അവർക്ക് ചിലവിന് ഇത് വേണം, 100 ഇത് വണ്ടിക്കൂലി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും. സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പോയി മേടിച്ചു കൊടുക്കും. അപ്പോൾ സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പൈസ ഇല്ലെന്ന് വിചാരത്തിലല്ലല്ലോ. നമ്മൾ പോകുന്നു, മേടിച്ചു കൊടുക്കുന്നു, പോരുന്നു. ഇവിടെ വരുമ്പോൾ വണ്ടിക്കൂലി സാധന കൊടുക്കാറുണ്ടല്ലോ, അത് അങ്ങ് കൊടുത്തു വിടും. ബർത്ത്ഡേ അവിടെ ഡിസംബർ 9 അവിടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ കൂട്ടുകാർ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ലഡു മേടിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് കൂട്ടുകാർ തന്നെ കേക്ക് മേടിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചു. ഇങ്ങനെ ഇപ്പോഴാണ് അത് അറിഞ്ഞത്. ഈ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നു? അല്ല, ഇപ്പം നമ്മൾ അറിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അത് പറയാൻ സാധിച്ചിട്ടില്ല. ഇപ്പം അടുത്ത മൊഴിയെടുക്കാൻ അവർ വരുന്നുണ്ട്, വൈഫിൻ്റെ എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ കിട്ടിയ വിവരങ്ങളെല്ലാം അതിൽ കൊടുക്കുന്നതായിരുന്നു. ഈ വ്യക്തിയായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി അതുവരെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, സൗഹൃദം ഉണ്ടായിരുന്നു. അവൻ കല്യാണം കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ അവൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. ചൂഷണമാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യണമെങ്കിൽ അതിനുള്ള തെളിവല്ലേ ഇപ്പോൾ ഉള്ളൂ. ചെയ്യണമെങ്കിൽ അവന് ആ ഉദ്ദേശമല്ല. പിന്നെ വേറെ കുട്ടികളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട്. നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുവരെ ആയിട്ടുണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതുവരെയുള്ള എവിഡൻസ് പ്രകാരം അത് തെളിവാണ്. ബാക്കി ഇപ്പം കിട്ടണം. അതായത് ലാബ് റിപ്പോർട്ടുകൾ, അതായത് ഫോറൻസിക് റിപ്പോർട്ട് നമുക്ക് കിട്ടി, പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. ഇതൊക്കെ കിട്ടിയാലേ നമുക്ക് ഇവർ കറക്റ്റാണോ പോകുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരു ഫോൺ വിളിച്ചുകൊണ്ടാണ് ട്രെയിൻ പാളത്തോടെ നടന്നതെന്ന് പറയുന്നത്. അത് ആ ഫോൺ ആരാണ് വിളിച്ചതെന്ന് കണ്ടെത്തി. അത് സുഹാന്ത് തന്നെയാണ് വിളിച്ചത്. IB തൽക്കാലം ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ഇപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണം, സാധാരണ ഉള്ള പോലെ. അപ്പോൾ അവനാണെങ്കിൽ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, പോലീസ് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണമെന്നാണ്. ഒരു നല്ല കൃത്യമായ ഒരു അന്വേഷണം തന്നെ വേണ്ടിയിരിക്കുന്നു. കാരണം ഏത് തരത്തിലുള്ള ചൂഷണമാണ് നടത്തിയിരിക്കുന്നത്? സാമ്പത്തിക ആയതുകൊണ്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ശക്തമായ നടപടിയെടുത്ത് അവനെ പുറത്താക്കി
പോലീസിന് കൈമാറുക. അതാണ് നമ്മുടെ ആവശ്യം. ഒരു ആത്മഹത്യാ പ്രേരണ മാത്രമല്ല, അതിൽ കൂടുതൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള കാരണം അതൊക്കെ അവൻ്റെ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ ബന്ധുക്കൾ, പിതാവ് അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിൽ ദുരൂഹതയുണ്ട്. മേഘയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഒരു കുടുംബത്തിലെ സർക്കാർ ജീവനക്കാരായ രണ്ടുപേരുടെ ദമ്പതികളുടെ ഏക മകളാണ് 25 വയസ്സുള്ള മേഘ. എല്ലാവിധ സാഹചര്യങ്ങളുമുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾ, ബന്ധുജനങ്ങൾ ഒരുപാടുള്ള മേഘയ്ക്ക് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് കടക്കേണ്ട കാരണമില്ല എന്നാണ് പിതാവ് നമ്മളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനുള്ള കാരണം അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. റെയിൽവേ ട്രാക്കിലൂടെ ഫോൺ വിളിച്ച് നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ട്രെയിനിന് മുൻപിലേക്ക് മേഘ ചാടുന്നതെന്ന് ലോക്കോ പൈലറ്റ് പറഞ്ഞിരുന്നു. ഈ ഫോൺ വിളിച്ചത് ഇടപ്പാൾ സ്വദേശിയായ സുഹൃത്ത് സുഖാന്ത് എന്ന വ്യക്തിയാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണവും നടത്തുന്നുണ്ട്. IB ഉദ്യോഗസ്ഥനായ സുഖാന്തിനെ ഇപ്പോൾ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇയാൾക്കെതിരെ കൂടുതൽ കേസെടുത്ത് നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ് പിതാവ് ആവശ്യപ്പെടുന്നത്. തൻ്റെ മകളുടെ ശമ്പളം മുഴുവൻ കൈക്കലാക്കുകയും അവൾക്ക് ചെലവിനുള്ള പൈസ അവൾ ചോദിക്കുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ നൽകുമായിരുന്നു എന്നാണ് പിതാവ് പറയുന്നത്. മാത്രമല്ല, സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു മേഘയെന്നും സുഹൃത്തുക്കളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. മേഘയുടെ ബർത്ത്ഡേ ആഘോഷത്തിന് ഒരു കേക്ക് മേടിക്കാൻ പോലും പണമില്ലാതെ സുഹൃത്തുക്കളാണ് വാങ്ങിയത്. മരണം സംഭവിക്കുന്നതിന് അവസാന നാളുകളിൽ ഭക്ഷണം വാങ്ങുന്നതിന് പോലും പണമില്ലാതെ ഇരുന്നു. ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും മേഘ വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. അങ്ങനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇവർ തമ്മിലുള്ള സൗഹൃദം ഇഷ്ടമാണെങ്കിൽ വിവാഹം നടത്തി നൽകുന്നതിന് ഈ മാതാപിതാക്കൾക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. ആ കാര്യം സുഖാന്തുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ എതിർക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ വിവാഹം നീട്ടിക്കൊണ്ട് പോകുന്നതിന് മാതാപിതാക്കൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായ വിവരങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ സുഹൃത്ത് ചൂഷണം ചെയ്യുന്ന വിവരങ്ങളൊന്നും മാതാപിതാക്കളോട് പറഞ്ഞിരുന്നുമില്ല. എന്നാൽ ഇപ്പോൾ പിതാവ് ആരോപിക്കുന്നത് തൻ്റെ മകളെ ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ട്, ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, പണം വരെ എടുത്ത് ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി ഈ സുഖാന്ത് P. സുരേഷ് എന്ന വ്യക്തിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ് പിതാവ് പറയുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.